അങ്ങനെ എല്ലാവർക്കും ചാച്ചൂസ് ലവിലേക്ക് സ്വാഗതം. ഡയാനയുടെയും ഡോബറിൻ്റെയും മക്കളായ ഈ 4 മക്കൾ അങ്ങനെ വളർന്ന് ഈ പരുവം എത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഏകദേശം ഒരു 48 ദിവസം പ്രായമായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡയാന അമ്മയും മക്കളും തങ്ങളിലുള്ള കളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തള്ളയുടെ രോമമൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് തള്ള ഇങ്ങനെ ഇരിക്കുന്നത്. അവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ രോമങ്ങളൊക്കെ ട്രിം ചെയ്ത് മാറ്റി. അതുകൊണ്ടാണ് എൻ്റെ ഡയാനമൊക്കെ ഒരു ലുക്കില്ലാത്തതുപോലെ തോന്നുന്നത്. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവൾക്ക് ലുക്കും ബുക്കും ഒക്കെ വരും. അപ്പോൾ എന്ത് തന്നെയായാലും തള്ളയും മക്കളുമായിട്ടുള്ള ആ കളി കണ്ടുന്നില്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കാൻ കേട്ടോ. അതിൽ ഒരു പുത്രനോടാണ് അവൾക്ക് കൂടുതൽ വാത്സല്യം. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി, അത് എല്ലാ ദിവസവും ആ കുട്ടിയോട് അവൾ കൂടുതൽ വന്ന് കളിക്കുകയും അവനെ കടിക്കുകയൊക്കെ ചെയ്യും. അതൊരു പുത്രനാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതാണ്ട് ആ പടിയിൽ തല വെച്ച് നിൽക്കുന്നവനെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ആ മോനോടാണ് അവൾക്ക് ഭയങ്കര സ്നേഹം. അത് നമ്മളെ മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെയാണല്ലേ. അമ്മമാർക്ക് എല്ലാ മക്കളും ഉണ്ടെങ്കിലും ചില മക്കളോട് പ്രത്യേക വാത്സല്യവും സ്നേഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ എൻ്റെ ഡയാനയ്ക്കും ഉണ്ട് കേട്ടോ ഇതിലൊരു കുട്ടീനെ. അപ്പോൾ അങ്ങനെ ഡയാനയുടെ മക്കൾ ഇങ്ങനെ ഇതുപോലെയാണ്, തല്ലും അടികൂടലും ഒക്കെയാണ്. അവർ ചില സമയത്ത് രണ്ടുപേരും അടികൂടി, ചിലത് വാലിന് കടിച്ച് പിടിച്ചുകൊണ്ട് പോകും, ചിലത് ചെവിയിൽ കടിച്ചിങ്ങനെ പിടിക്കും. അപ്പോൾ രണ്ടുപേരും കൂടി കിടന്ന് ഇതാണ് വേദന എടുക്കുമ്പോൾ കിടന്ന് വിളിയും മോങ്ങലും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് കേട്ടോ. ഇവരുടെ കളികൾ കാണുമ്പോൾ തന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയത്തേയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഡോബറിൻ്റെ ഓർമ്മകൾ ഈ മക്കളിലൂടെ നമ്മൾ കഴിച്ച് തീർക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡോബർ മോൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും പിള്ളേരും അങ്ങനെ ഒരു കുടുംബം തന്നെ ഇവിടെ ഉണ്ടായിരുന്നതിന്. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള കളികളൊക്കെ കാണാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ നമ്മളെ വിട്ടു പോയി. ഇനിയിപ്പം മക്കളിലൂടെ നമുക്ക് കാണാം. എന്നാലും മക്കളും ആരെങ്കിലുമൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ 4 പേരെയും നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ 4 പേരെയും നമ്മൾ കൊടുക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. ഈ കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പോൾ എന്തായാലും മക്കളെ ആദ്യത്തെ വാക്സിനൊക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. 45 ഡേയ്സ് കഴിയുമ്പോൾ ഒരു വാക്സിൻ ഉണ്ടല്ലോ, അപ്പോൾ ആ വാക്സിനൊക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ. പിന്നെ ഇവരുടെ രാത്രി ഇവരുടെ കളികൾ കാണാൻ ബഹു രസമാണ്. അപ്പോൾ ആ വീഡിയോ ഉണ്ട്, ആ രാത്രി ഇവർ തങ്ങളിൽ ഗുസ്തി കൂടുന്നതും ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ ഓക്കെ, അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.